നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം. ടോപ്പ് 7 at 7-ലേക്ക്. ദേവസ്വം സ്വത്തുക്കൾ കൈപ്പിടിയിലൊതുക്കാനുള്ള നീക്കവുമായി സർക്കാർ. ദേവസ്വം ഭൂമികൾ സർക്കാർ ഭൂമിയെന്ന് അവകാശവാദം. ദേവസ്വത്തിന്റെ കൈവശമുള്ള സർക്കാർ ഭൂമിയെന്നാണ് 2023 പുറത്തിറക്കിയ ഉത്തരവിലെ പരാമർശം. ദേശീയപാത വികസനത്തിന് വിട്ടു നൽകിയ ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാരവും സർക്കാർ കൈക്കലാക്കിയിരുന്നു. ജനം ബ്രേക്കിംഗ്. ദേശീയപാതകൾക്ക് ദേവസ്വം ഭൂമി വിട്ടു നൽകിയതിന്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പും ദേവസ്വം ബോർഡുമായി തർക്കം നിലനിന്നിരുന്നു. ഈ തർക്കം പരിഹരിക്കാൻ 26/7/2023 യോഗം ചേർന്നു. യോഗാനന്തരം റവന്യൂ വകുപ്പ് 9/8/2023 പുറത്തിറക്കിയ സർക്കാർ ഉത്തരവിലാണ് ദേവസ്വം ഭൂമികൾ സർക്കാർ ഭൂമിയാണെന്ന തരത്തിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള ഭൂമി മഹാരാജാവിന്റെ കാലത്തോ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരോ സൗജന്യമായി നൽകിയ സർക്കാർ ഭൂമിയാണെന്നാണ് ഉത്തരവിലെ പരാമർശം. അതിനാൽ തന്നെ നഷ്ടപരിഹാര തുക ധനവകുപ്പ് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും ഉത്തരവിൽ പറയുന്നു. വിവിധ റീസർവേകളിൽ പാറശാല മുതൽ വടക്കൻ പറവൂർ ഗ്രൂപ്പിലെ പെരുവനം വരെയുള്ള ഒട്ടനവധി ദേവസ്വം ഭൂമികളുടെ റവന്യൂ രേഖകളിൽ സർക്കാർ പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ദേവസ്വം ബോർഡിന് നഷ്ടമായത്. റീസർവേ അതോറിറ്റി ഈ സർവേ കഴിഞ്ഞിട്ട് ഒരു ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനുള്ള നോട്ടീസ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പലർക്കും അയച്ചിട്ടുണ്ടാവും. അവരതൊന്നും അതിൻ്റെ പിന്തുടർന്ന് കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ അപേക്ഷ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഈ റവന്യൂ റെക്കോർഡുകളിൽ ദേവസ്വം വക, പണ്ടാര വക, ദേവസ്വം പുറമ്പോക്ക് ഇങ്ങനെ കിടന്ന ഭൂമികളെല്ലാം തന്നെ റീസർവേയുടെ ഭാഗമായിട്ട് റവന്യൂ പുറമ്പോക്കെന്ന് റീ അസൈൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ റീ അസൈൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടാവും അവർ. പക്ഷേ ആ നോട്ടീസൊന്നും കൃത്യമായി നമ്മൾ മറുപടി കൊടുക്കാത്തതുകൊണ്ട് ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ ഗണ്യമായ ഭൂമി ഈ റവന്യൂ പുറമ്പോക്കെന്നുള്ള ആ വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ട് ദേവസ്വം ബോർഡിന് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ശാസ്താംകോട്ട കോളേജും ആ ദേവസ്വം ഇരിക്കുന്ന ഏതാണ്ട് 100 ചില്ലാനും ഏക്കർ സ്ഥലം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ തെറ്റ് ദേവസ്വം കമ്മീഷണർ ചൂണ്ടിക്കാട്ടി സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ദേവസ്വം ഭൂമികൾ കവനന്റ് പ്രകാരം ബോർഡിന് കൈമാറിയതാണെന്നും ഉടമസ്ഥാവകാശം ദേവതയ്ക്കാണെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നിട്ടും ഗവൺമെന്റ് ഉത്തരവിൽ ഭൂമി സർക്കാരിൻ്റേതാണെന്ന് രേഖപ്പെടുത്തിയെന്നതാണ് വിചിത്രം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് SIT വ്യവസായിയുടെ മൊഴിയെടുത്തു. സ്വർണ്ണക്കവർച്ചയിൽ രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വിവരം നൽകിയ വ്യവസായിയുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. അതീവ രഹസ്യമായാണ് മൊഴി രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി വീണ MS ചേരുന്നുണ്ട്. വീണ, വളരെ സുപ്രധാനമായ ഒരു വിവരമാണ് രമേശ് ചെന്നിത്തല SITക്ക് നൽകിയത്. അതനുസരിച്ച് ഈ വ്യവസായിയുടെ മൊഴിയും എടുത്തിരിക്കുകയാണ് SIT. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? നിലിമ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തി SIT സംഘം രേഖപ്പെടുത്തി എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടതും രമേശ് ചെന്നിത്തലയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ SIT സംഘം നടത്തിയിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ മൊഴി SIT സംഘം രേഖപ്പെടുത്തി. അതായത് ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര സ്വർണ്ണക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ, ചില നിർണായക വിവരങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ആ വിവരങ്ങൾ താൻ SIT സംഘത്തിന് മുന്നിൽ മൊഴി നൽകുവാൻ തയ്യാറാണെന്നും അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് 3-4 തവണയായി SIT സംഘം നോട്ടീസ് അയക്കുകയും തുടർന്ന് ഞായറാഴ്ചയാണ് രമേശ് ചെന്നിത്തല ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഈ ഒരു മൊഴി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് വ്യവസായി നൽകിയ വിവരങ്ങളാണ് SIT സംഘത്തിന് മുമ്പിൽ പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് തന്നെ, കഴിഞ്ഞ ഞായറാഴ്ച തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ നൽകിയ വ്യവസായിയുടെ മൊഴിയാണിന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതീവ രഹസ്യമായിട്ടാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നതെന്നാണ്, മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെവിടെ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്, ഈ നാട്ടിലെത്തിയിട്ടുണ്ടോ ഒരു വ്യവസായിയെ സംബന്ധിച്ചുള്ള മറ്റ് വിവരങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും തന്നെ ഇപ്പോഴും പുറത്തു വരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും ഈ ഒരു ഘട്ടത്തിലും പുറത്തു വന്നിട്ടില്ല. വ്യവസായിയുടെ ഇതുമായി ബന്ധപ്പെട്ട് വ്യവസായി നൽകിയ വിവരങ്ങളും അതിനാൽ തന്നെ രമേശ് ചെന്നിത്തല നൽകിയ വിവരങ്ങളുടെയും വാസ്തവം അറിയുന്നതിനായിട്ടാണ് വ്യവസായിയുടെ മൊഴി SIT സംഘം രേഖപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നീലിമ. ശരി വീണ, അതീവ രഹസ്യമായാണ് വ്യവസായിയുടെ മൊഴി SIT രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതാണെന്ന് സാധൂകരിക്കുന്ന രേഖകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ സർക്കാരിനായില്ല. തെളിവായി മൊഴികളുണ്ടെന്ന സർക്കാർ വാദത്തെ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തു. വാവുണി മാത്രമേയുള്ളോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ശബരിമലയിലെ ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതാണ് എന്നതിന് രേഖകളില്ലെന്ന N വാസുവിന്റെ വാദത്തെ ഖണ്ഡിക്കാനായി രേഖകൾക്ക് പകരം മൊഴികൾ മാത്രമായിരുന്നു സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ ഉന്നയിക്കാനുണ്ടായിരുന്നത്. രേഖകളുണ്ടോ എന്ന് ഹൈക്കോടതി ആവർത്തിച്ച് ചോദിച്ചിട്ടും സ്മാർട്ട് ക്രിയേഷൻസ് ഉടമയുടെ മൊഴി മാത്രം സർക്കാർ ഉയർത്തിക്കാട്ടി. വാമൊഴി മാത്രമേ ഉള്ളോ എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പാളികളായിരുന്നോ അവയെന്നത് നിർണായക ചോദ്യമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. താൻ കുറ്റക്കാരനല്ല എന്ന വാസുവിന്റെ വാദത്തിനും ഹൈക്കോടതി മറുപടി നൽകി. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം വിചാരണ കോടതിയുടെ പരിഗണനയിൽ ആണുള്ളതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. തുടർന്ന് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ 3ാം പ്രതിയായ N വാസുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും ഹൈക്കോടതി ഇതോടൊപ്പം വിധി പറയും. ജനം, കൊച്ചി. ബോണ്ടായി ബീച്ചിൽ ആക്രമണം നടത്തിയ IS ഭീകരർ സായുധ പരിശീലനം നേടുന്നതിന് ഫിലിപ്പൈൻസിലെത്തിയിരുന്നതായി സ്ഥിരീകരണം. കൊല്ലപ്പെട്ട അക്രമി സജാദ് അക്രത്തിന്റെ കൈവശമുണ്ടായിരുന്നത് ഇന്ത്യൻ പാസ്പോർട്ടാണ്. നവീദ് അക്രം കൈവശം വെച്ചിരുന്നത് ഓസ്ട്രേലിയൻ പാസ്പോർട്ടുമായിരുന്നുവെന്നാണ് വിവരങ്ങളുമായി ഐസൻ ജോസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഐസൻ, ഈ പരിശീലനം നേടുന്നതിനാണ് ഫിലിപ്പൈൻസിൽ എത്തിയിരുന്നതായി എന്നാണ് സ്ഥിരീകരണം. ഫിലിപ്പൈൻസിൽ നിന്ന് ഈ ഇന്ത്യൻ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ അവർ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? നീലിമ, ഇന്ത്യൻ പാസ്പോർട്ട് ഈ സജദ് അക്രം എന്ന് പറയുന്ന ആക്രമിയുടെ കയ്യിൽ എത്തിപ്പെട്ടത് ഏത് രീതിയിലാണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. 27 വർഷം മുമ്പ് ഹൈദരാബാദിൽ നിന്നും, അതായത് തെലങ്കാനയിലെ ഹൈദരാബാദിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയതാണ് ഇയാൾ എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഭാരതവുമായി ഇയാളുടെ ഈ IS ബന്ധവും IS ഇടപാടുകളുമായി ഭാരതത്തിനോ തെലങ്കാന സ്റ്റേറ്റിനോ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതായി ഒന്നും തെളിഞ്ഞിട്ടില്ല എന്നും അത്തരത്തിലുള്ള സാഹചര്യങ്ങളില്ല എന്നും ഓസ്ട്രേലിയൻ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഫിലിപ്പൈൻസിൽ എത്തിയത് ഇത്തരത്തിൽ ആയുധങ്ങളിൽ പരിശീലനം നേടാനാണ്. ഈ വാർത്തകളുടെ തുടക്കത്തിൽ തന്നെ 6 ആയുധങ്ങൾക്ക് ഈ സജദ് അക്രം എന്ന് പറയുന്നയാൾക്ക് ഓസ്ട്രേലിയയിൽ ലൈസൻസ് ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. ഈ 6 ആയുധങ്ങളിൽ 4 എണ്ണവും അതിമാരക പ്രഹരശേഷിയുള്ള തോക്കുകളായിരുന്നു, വലിയ തോക്കുകളായിരുന്നു എന്നാണ്, റൈഫിളുകളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തോക്കുകൾ 4 തോക്കുകളും ഈ ആക്രമണം നടന്ന പ്രദേശത്ത് നിന്ന് തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് രാവിലെയും ഇന്നലെയും ഒക്കെയായി പുറത്തു വരികയും ചെയ്തത്. മാത്രമല്ല ISുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് ഇന്നലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ റിപ്പോർട്ടുകൾ ഒരു ഇസ്ലാമിക റാഡിക്കലൈസേഷൻ്റെ ഭാഗവുമായി നടക്കുന്നതായി വ്യക്തമാവുകയും ബോധ്യപ്പെടുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവീദ് എന്ന് പറയുന്നയാൾ ഈ ആക്രമണത്തിന് പിന്നാലെ പോലീസ് തിരിച്ചടിക്കുന്ന വേളയിൽ അതിശക്തമായ മാരകമായ പരിക്കേറ്റ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. അബോധാവസ്ഥയിലായിരുന്ന ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർ ചികിത്സ നൽകുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ അയാൾക്ക് സ്വബോധം തിരിച്ചു കിട്ടിയതായുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയും അയാളെ അറിയിച്ചതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. IS തന്നെയാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ IS റാഡിക്കലൈസേഷൻ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് അറിയാനും സാധിക്കുന്നത്. 16 പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 6ഓളം പേർക്ക് ഗുരുതരമായ പരിക്കുകളുമായി ആശുപത്രിയിൽ കഴിയുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്യുന്നത്. ഐസൻ, ഈ ഫിലിപ്പൈൻ അധികൃതർ പറഞ്ഞ കാര്യം വെച്ച് വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണമാണ് നടന്നത്. ഈ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ള ആളാണ് ബോണ്ടായി ബീച്ചിൽ ഭീകരാക്രമണം നടത്തിയത്. അപ്പോൾ ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യക്ക് മേൽ കരിനിഴൽ വീഴ്ത്താനുള്ള ചില ശ്രമങ്ങൾ നടന്നു. അതിൽ തെലങ്കാന DGP വളരെ കൃത്യമായി അക്കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഭീകരരിൽ ഒരാൾ തെലങ്കാനയിൽ നിന്നും 98-ൽ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്.
അപ്പോൾ എന്തായിരുന്നു ഇത്തരത്തിലൊരു ബോധപൂർവമായ പ്രചാരണം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ കാര്യത്തിൽ നടന്നു എന്ന് വേണമോ സംശയിക്കാൻ ഇക്കാര്യത്തിൽ? പാകിസ്ഥാനിലെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഈ ഫ്രിഡ്ജ് ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയാവുന്ന വിഭാഗങ്ങൾ ഇത്തരത്തിലുള്ളൊരു പ്രചരണം നടത്തിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പ്രചരണം നടത്തിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു പരിധിവരെ ഈ ഓസ്ട്രേലിയൻ പാസ്പോർട്ട്, അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ് 27 വർഷം മുമ്പ് 98-ൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 98-ലാണ് ഇയാൾ അവിടെ എത്തിയത്. ഇയാൾ അവിടെ എത്തുന്നതിന് വേണ്ടി ഭാരതത്തിൽ നിന്നും സംഘടിപ്പിച്ച അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്നും ലഭ്യമായ പാസ്പോർട്ടാണിത്. 50 വയസ്സുള്ള അയാളുടെ ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ചെലവഴിച്ചത് ഓസ്ട്രേലിയയിലാണെന്നും ഭാരതത്തിലെ ഭാരതത്തിലെ ബന്ധുക്കളുമായോ അല്ലെങ്കിൽ ഭാരതവുമായോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇയാൾ തുടരുന്നില്ല, കുടുംബ വേരുകളുമായി യാതൊരു ബന്ധവും പുലർത്തുന്നില്ല എന്നാണ് അറിയാനും സാധിച്ചത്. ഓസ്ട്രേലിയയിൽ എത്തിയതിന് ശേഷം കഴിഞ്ഞ 6 വർഷമായി നിരീക്ഷണത്തിലായിരുന്നു ഇയാളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് ഓസ്ട്രേലിയ എത്തിയതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇയാൾ IS ഭീകരപ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ISൻ്റെ ഭീകരാശയങ്ങളിൽ ആകൃഷ്ടനാകുന്നതും അതുവഴി ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്തുകയും ചെയ്യുന്നത്. ഈ അവസാനം, അതായത് ഈ നവംബർ മാസത്തിലാണ് ഫിലിപ്പീൻസിലേക്ക് ഈ ആക്രമണത്തിന് സായുധ പരിശീലനം നേടുന്നതിന് അല്ലെങ്കിൽ ആയുധങ്ങളിൽ പരിശീലനം നേടുന്നതിന് പോയി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തിരിച്ചെത്തിയതിന് ശേഷം വീണ്ടും നിരീക്ഷണത്തിലായിരുന്ന ഇയാൾ വീണ്ടും ഈ ആക്രമണത്തിന് മുതിരുകയായിരുന്നു. അതേസമയം ഇയാളുടെ കൈവശമുണ്ടായിരുന്ന 6ഓളം തോക്കുകളുണ്ടായിരുന്നു. ഈ തോക്കുകൾ എങ്ങനെ ലഭ്യമായി? ലൈസൻസോടുകൂടി കൃത്യമായ അധികൃതമായ മാർഗ്ഗത്തിലൂടെ ഇയാളുടെ കയ്യിൽ തോക്കുകൾ എത്തിപ്പെട്ടത്, നിയമാനുസൃതമായി തന്നെ തോക്കുകൾ എത്തിപ്പെട്ടത് എങ്ങനെയെന്ന ശക്തമായ വിമർശനം ഉയരുകയും ചെയ്യുന്നുണ്ട്. അത് സംബന്ധിച്ചും അന്വേഷണം തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഹൂദ വിരുദ്ധ വികാരം അതിശക്തമായി ഇയാളിൽ വളർന്നു വരികയും സ്വാഭാവികമായും ഈ ആക്രമണത്തിന് തുനിയുകയുമായിരുന്നു. അതേസമയം നവീദ് എന്ന് പറയുന്ന 25 വയസ്സോളം പ്രായമുള്ള അയാളുടെ മകൻ ജനിച്ചത് തന്നെ ഓസ്ട്രേലിയയിലാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഓസ്ട്രേലിയൻ പാസ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. നവംബർ മാസത്തിൽ ഇവർ രണ്ടുപേരും സഞ്ചരിച്ചത്, ഫിലിപ്പൈൻസിലെത്തിയത്, ഒന്ന് ഇന്ത്യൻ പാസ്പോർട്ടും ഒന്ന് ഓസ്ട്രേലിയൻ പാസ്പോർട്ടും, അതായത് നവീദ് ഓസ്ട്രേലിയൻ പാസ്പോർട്ടിലാണ് പോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പാസ്പോർട്ടിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് മാത്രമാണ് ഭാരതത്തിലുള്ളത്. ഇയാൾക്ക് മറ്റു രേഖകളൊന്നും യാത്രയുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കാനില്ലെന്നതും മൈഗ്രേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കുടിയേറിയതിൻ്റെ തെളിവായി പാസ്പോർട്ടും അതും അനുബന്ധമായ രേഖകളുമാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു ദുഷ്പ്രചരണം ഭാരതത്തിനെതിരെ നടത്താനുള്ളൊരു നീക്കം കൂടി നടന്ന ഒരു സാഹചര്യത്തിലാണ് തെലങ്കാന സ്റ്റേറ്റിനോ അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു സംവിധാനങ്ങൾക്കോ ഈ ആക്രമണത്തിൽ ഏർപ്പെട്ട ഇയാളുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഐസനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയിൽ. ഭാര്യ മഞ്ജുഷയാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ACP രത്നകുമാറിന്റെ രാഷ്ട്രീയ ബന്ധത്തെ ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം ഹർജി നൽകിയത്. SIT രൂപീകരിച്ചതിലും അന്വേഷണത്തിലും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായതായി സംശയിക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നു. വിരമിച്ച ഉടനെ രത്നകുമാർ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി എന്നും ഹർജിയിൽ പറയുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഈ ഹർജിയിൽ വളരെ കൃത്യമായ അന്വേഷണ ഉദ്യോഗസ്ഥനും ഭരണകക്ഷി CPM തമ്മിലുള്ള വളരെ അടുത്ത ബന്ധമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ട്, യഥാർത്ഥ വിവരങ്ങൾ അന്വേഷിച്ചില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനല്ലേ കുടുംബത്തിന്റെ ശ്രമം? മിഥുൻ. തീർച്ചയായും നീലിമ, ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഇപ്പോൾ തലശ്ശേരി സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ACP രത്നകുമാറിന് രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും ഈ ഒരു ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വിരമിച്ച ഉടനെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രത്നകുമാർ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഇത്തരമൊരു ഹർജി നൽകിയിരിക്കുന്നത്. ഏതായാലും കുടുംബത്തിന്റെ വാദത്തെ ശക്തിപ്പെടുത്തുന്നത് തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയ ബന്ധം. അയാൾ ഈ തുടക്കം തൊട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഘട്ടത്തിലൊക്കെ സ്വീകരിച്ചത് ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സമീപനമായിരുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങളോട് കൂടി പശ്ചാത്തലത്തിലാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയപരമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. രാഷ്ട്രീയ ബന്ധം അയാൾക്കുണ്ട്. പ്രതിയും അതായത് ഈ കേസിൽ കുറ്റാരോപിതയായ PPDPയും അന്വേഷണ ഉദ്യോഗസ്ഥനും പിന്തുടരുന്നത് ഒരേ രാഷ്ട്രീയ പാത തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതിൽ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ മഞ്ജുഷ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. നീലിമ. ഓക്കെ, തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. രാഷ്ട്രീയമായ ഇടപെടൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്ന ഹർജിയാണ് ഭാര്യ മഞ്ജുഷ തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്.
ജമ്മുകശ്മീരിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ ജവാന് വീരമൃത്യു. കുപ്വാരയിൽ അതിർത്തി മേഖലയിലുണ്ടായ സ്ഫോടനത്തിൽ ഹവിൽദാർ സുബൈർ അഹമ്മദ് വീരമൃത്യു വരിച്ചു. അതേസമയം ഇന്നലെ ഏറ്റുമുട്ടലുണ്ടായ ഉധംപൂർ വനമേഖലയിൽ പരിശോധന തുടരുകയാണ്. ജമ്മുകശ്മീരിലെ കുപ്വാര സെക്ടറിൽ കുഴിബോംബ് പൊട്ടി കരസേനാംഗം വീരമൃത്യു വരിച്ചു. അന്താരാഷ്ട്ര അതിർത്തിക്കടുത്ത് ത്രൈകാബിലുള്ള പുത്താഹാഖാൻ ഖലിയിൽ ഇന്നലെ രാത്രിയാണ് സ്ഫോടനമുണ്ടായത്. കരസേനയിലെ 13 ജമ്മുകശ്മീർ ലൈറ്റ് ഇൻഫൻട്രി അംഗം ഹവിൽദാർ സുബൈർ അഹമ്മദാണ് വീരമൃത്യു വരിച്ചത്. സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഹവിൽദാർ സുബൈറിനെ ത്രക്മുള്ളയിലെ സൈനിക ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതിർത്തിയിൽ പെട്രോളിംഗിനിടയിലാണ് സ്ഫോടനമുണ്ടായതെന്നും അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം ഇന്നലെ ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായ ഉധംപൂരിലെ മജാൽതലയിലെ വനമേഖലയിൽ സുരക്ഷാസേന പരിശോധന തുടരുകയാണ്. टेररिस्ट इनिशियल फायर फाइट के बाद जंगल की ओर भाग निकले हैं. जंगल को घेरा गया है और इसमें आर्मी और सीआरपीएफ की मदद से हम लोग कॉम्बिंग ऑपरेशन हम लोगों ने लॉन्च कर रहे हैं. देखिए बिल्कुल ही पहाड़ी इलाका है, घने जंगल हैं और जो इनिशियल सूचना हमारी थी उसके मुताबिक 3 टेररिस्ट थे और सूचना सच भी निकली. जब मुकाबला हुआ तो वाकई में 3 टेररिस्ट थे. 3 ഭീകരർ വനമേഖലയിൽ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് റിപ്പോർട്ടെന്നും ഏറ്റുമുട്ടലിൽ ജമ്മുകശ്മീർ പോലീസ് ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചതായും ഉധംപൂർ IG അറിയിച്ചു. ജനം, ഡൽഹി. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വ്യക്തമായ നിലപാട് പറയാതെ ഇടതുമുന്നണി യോഗം പിരിഞ്ഞു. പരാജയം അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞ ഇടതുമുന്നണി കൺവീനർ ഭരണവിരുദ്ധ വികാരം ഉണ്ടായോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്തു. അതേസമയം കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കും. പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണത്തിൽ വ്യക്തത വരുത്താതെയാണ് ഇന്നത്തെ ഇടതുമുന്നണി യോഗം പിരിഞ്ഞത്. പരാജയം യാഥാർത്ഥ്യമാണെന്ന് സമ്മതിച്ച LDF കൺവീനർ ഭരണവിരുദ്ധ വികാരമാണോ പരാജയത്തിന് കാരണം എന്ന വിഷയത്തിൽ വ്യക്തത വരുത്താതെ ഒഴിഞ്ഞുമാറി. വലിയ തിരിച്ചടി നേരിട്ട ശേഷമുള്ള ആദ്യ യോഗമായിട്ടുകൂടി പ്രാഥമിക പരിശോധനകളിലേക്ക് മുന്നണികൾ കടന്നില്ല. എല്ലാ ഘടകകക്ഷികളും പരാജയ കാരണം ചർച്ച ചെയ്യും. അതിനുശേഷം ജനുവരിയിൽ ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ജനവിധി മാനിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി മുമ്പോട്ട് പോകും എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുനിലപാട്. ഈ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ടായ അനുഭവങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ അർത്ഥത്തിലാണ് നടത്തുക. തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ രാഷ്ട്രീയ പാർട്ടികളിൽ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ തെരഞ്ഞെടുപ്പ് റിവ്യൂ പൂർണ്ണമാക്കി കേരളത്തിന്റെ പൊതുനില പരിശോധിച്ച് നിലപാട് സ്വീകരിക്കാം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ റിവ്യൂവിന്റെ വിശദാംശങ്ങളിലേക്ക് ഇന്നത്തെ യോഗം പോയിട്ടില്ല. അത് പാർട്ടികളിലെ ചർച്ചയ്ക്ക് ശേഷം ജനുവരി ആദ്യത്തെ ആഴ്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാം. അതേസമയം മുന്നണി മാറ്റ ചർച്ചകൾ അടിസ്ഥാനരഹിതമെന്ന കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും പ്രതികരിച്ചു. ഞാൻ എൻ്റെ നിലപാട് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടാണ്, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പോരായ്മകളുണ്ട്, വീഴ്ചകളുണ്ട്, പരിശോധിക്കും. ഇതിനുവേണ്ടി വോട്ട് ചെയ്ത് പ്രവർത്തിച്ചവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. അതോടൊപ്പം ജനവിധി വളരെ വിനയത്തോടുകൂടി, ഞാൻ വീണ്ടും പറയുന്നു, വിനയത്തോടുകൂടി അത് സ്വീകരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ CPM-ന് പുറമെ കടുത്ത പ്രതിരോധത്തിലാണ് മുന്നണിയിലെ പ്രബല കക്ഷികളും. ജനം, തിരുവനന്തപുരം. ശബരിമല സന്നിധാനത്തെ ഓരോ വിശേഷങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. പ്രാർത്ഥനാനിരതരായ അയ്യപ്പന്മാർ, അവരുടെ വഴിപാടുകൾ, സജീവമാകുന്ന വഴിപാട് കൗണ്ടറുകൾ, ഇങ്ങനെ സന്നിധാനത്ത് കണ്ണോടിച്ചാൽ നിരവധി കാഴ്ചകളാണ് കാണാനാകുക. നടപ്പന്തലിലേക്ക് എത്തുമ്പോൾ വെടിവഴിപാട് കൗണ്ടർ കാണാം. കതിന മുഴങ്ങുന്നതും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമാകട്ടെ ഭക്തർക്ക് പ്രവേശനമില്ലാത്ത മറ്റൊരിടത്താണ്. അവിടേക്കൊന്ന് പോയി നോക്കിയാലോ, ആ കാഴ്ചകൾ കാണാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്തേ. ദിവസന്നിധി ദർശനം കഴിഞ്ഞെത്തുന്ന സ്വാമി ഭക്തന്മാരുടെ വഴിപാടുകൾ. സപ്തപസിയുടെ ദിവ്യദർശനം കഴിഞ്ഞെത്തുന്ന അയ്യപ്പ ഭക്തന്മാർ ഭയഭക്തി വിശ്വാസത്തോടെ അർപ്പിച്ചു പോകേണ്ട അതിശ്രേഷ്ഠമായ വഴിപാടാണ് സ്വാമിയുടെ വഴിപാടുകൾ.
ശബരിമല സന്നിധാനത്ത് നടപ്പന്തലിലേക്ക് എത്തുമ്പോൾ വെടിവഴിപാടിന്റെ ബോർഡ് കാണാം. ഭക്തർക്കായുള്ള വെടിവഴിപാടിന്റെ കതിന മുഴങ്ങുന്നത് എവിടെയാണ്? ഇതിന് പിന്നിലുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. നടപ്പന്തലിന് താഴെ കൊപ്രാക്കളത്തിന് സമീപമാണ് കതിനക്കളം. കതിനകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. ഒരു ഭാഗത്ത് കനം കുറഞ്ഞ തടിക്കഷ്ണങ്ങൾ ചെത്തിയൊരുക്കുന്നവരെ കാണാം. ഇരുമ്പ് കുഴലിൽ വെടിമരുന്ന് നിറച്ച് ചെറിയ തടിക്കഷ്ണം കയറ്റും. കതിനകൾ ചെരിച്ചു വെച്ച് തീ കൊളുത്തും. കതിന പൊട്ടുമ്പോൾ തടിക്കഷ്ണം ചിതറും. നടപ്പന്തലിലെ കൗണ്ടറിൽ നിന്നും അറിയിപ്പെത്തിയാൽ കതിനകൾ മുഴങ്ങും. സഭയുടെ ഐശ്വര്യപ്രതികം ആയുരാരോഗ്യത്തിനും കുടുംബൈശ്വര്യത്തിനും സർവൈശ്വര്യത്തിനും വേണ്ടി അർപ്പിക്കുന്ന വഴിപാട് പേര് 5. കതിനൊക്കെ റെഡിയാക്കി നമ്മൾ അടുക്കി ലൈനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 1000 എണ്ണം പറയുമ്പോൾ നമ്മൾ 1000 കതിനെ കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അത് പൊട്ടിക്കുക, നിറയ്ക്കാനുള്ള കുട്ടിയാണ് വരുന്നുണ്ട്. പ്രവർത്തനം നട തുറന്നു കഴിയുമ്പോൾ തുടങ്ങും. അതടച്ചാൽ പിന്നെ ഒരു വഴിപാടില്ല. ഇത് നട തുറക്കുമ്പോൾ അടയ്ക്കുന്നുണ്ട്. ഒരു അർച്ചനയാണ് വെടിവഴിപാട്. അപ്പോൾ ഓരോ ട്രെയിനിലും അപ്പോൾ ഓരോ ആൾക്കാരുടെയും കാര്യസിദ്ധിക്ക് വേണ്ടി അവർ വന്ന് വഴിപാട് പറഞ്ഞിട്ട് പോകും. അടുത്ത വർഷം വന്ന് ചിലർ 101 വെക്കുന്നുണ്ട്, 51 വെക്കുന്നുണ്ട്. ആ വഴിപാട് അവരുടെ കാര്യം നടന്നു കഴിയുമ്പോൾ അത്രയ്ക്ക് ഒരു വിശ്വാസം, അയ്യപ്പന്മാരുടെ ഒരു വിശ്വാസമാണത്. ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഇതിങ്ങനെ നടന്നു പോകുന്നു. എന്തുകൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് സന്നിധിയിലെ വെടിവഴിപാട്. 101 നടത്തുന്നുണ്ട്, 201 നടത്തുന്നുണ്ട്. അതിൽ ഓരോരുത്തർ അവർ അയ്യപ്പനോട് അവരുടെ ആവശ്യം പറയുകയും അതനുസരിച്ച് അവർ ഈ വഴിപാട് നടത്തുകയും ചെയ്യുന്നുണ്ട്. അവർക്കത് കാര്യം സാധിച്ചു കിട്ടുമ്പോൾ അവർ വന്ന വഴിപാട് നടത്തും. ഇങ്ങനെയാണ് സംശയം. സന്നിധാനത്തും മാളികപ്പുറത്തുമാണ് വെടിവഴിപാടുള്ളത്. വെടിവഴിപാട് കരാർ ദേവസ്വം ബോർഡ് ലേലത്തിന് നൽകിയിരിക്കുകയാണ്. ഭക്തർക്കായുള്ള കതിനകൾ ഓരോ നിമിഷവും ഇവിടെ നിന്ന് മുഴങ്ങുകയാണ്. ക്യാമറമാൻമാരായ സന്തോഷ് മണ്ണാർക്കാട്, അനൂജ് അനാവൂർ എന്നിവർക്കൊപ്പം മിഥുൻ മുരളി, ജനം, സന്നിധാനം.